നമസ്കാരം. നമ്മുടെ സൈനികർക്ക് കരുത്തായി നിൽക്കേണ്ടത് ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ സംവിധാനങ്ങളാണ്, നമ്മുടെ ഭരണകൂടമാണ്, നമ്മുടെ പ്രധാനമന്ത്രിയാണ്, നമ്മുടെ രാഷ്ട്ര നേതാക്കളാണ്. രാജ്നാഥ് സിംഗ് എന്ന പ്രതിരോധ മന്ത്രി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീർച്ചയായിട്ടും നമ്മുടെ ധീര സൈനികർക്കൊപ്പമാണ്. കഴിഞ്ഞ ദിവസം അധംപൂരിൽ അദ്ദേഹം അവിടുത്തെ വ്യോമസേന താവളമൊക്കെ സന്ദർശനം നടത്തിയിരുന്നു. ഇപ്പോൾ ശ്രീനഗറിൽ രാജ്നാഥ് സിംഗ് നമ്മുടെ ധീര സൈനികർ, നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവനും ആത്മാവും ബലിയർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന സൈനികരെ ഹൃദയത്തോട് ചേർത്ത് അഭിസംബോധന ചെയ്യുകയാണ്. ഇത് റിപ്പബ്ലിക് ടിവിയുടെ ഒരു വീഡിയോയാണ്. അവര് ഒരു സെഷൻ തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ആർ എന്ന അവരുടെ ചിഹ്നം, ആർ ഡിഫൻസ് എന്ന് പറഞ്ഞ് അതിനുവേണ്ടി പ്രത്യേകമായ സെഷൻ ഒരുക്കിയിരിക്കുന്നു. അവരുടെ ഡിഫൻസുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കൊക്കെ തന്നെ പ്രത്യേകമായ ഒരു പ്രത്യേക വിഭാഗം തന്നെ അവർ തുടങ്ങിയിരിക്കുന്നു. ശ്രീ രാജ്നാഥ് സിംഗ് സൈനികരെ അഭിസംബോധന ചെയ്യുന്നു, ഹൃദയത്തോട് ചേർക്കുന്നു, അഭിനന്ദിക്കുന്നു. നമ്മുടെ ശക്തിയാണ്, നമ്മുടെ ഊർജമാണ്, നമ്മുടെ രക്തധമനികളിലോടുന്ന ഊർജമാണ് നമ്മുടെ സൈനികർ. തീർച്ചയായിട്ടും അവർ ഉറങ്ങാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ സുഖമായി കിടന്നുറങ്ങുന്നത്. അവർ ജീവനും ആത്മാവും ബലിയർപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെയും നമ്മളുടെയും ജീവൻ ഇവിടെ നിലനിൽക്കുന്നത്. അത് രാജ്നാഥ് സിംഗിന് നന്നായിട്ട് അറിയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നമ്മുടെ ഭരണകർത്താക്കൾക്കുമൊക്കെ നന്നായിട്ട് അറിയാം. അപ്പം ശക്തിയാകണം, ഊർജമാകണം, പിൻബലമാകണം, പിന്തുണയാകണം നമ്മുടെ ഭരണകൂടം, നമ്മുടെ പ്രതിരോധ മന്ത്രി അങ്ങനെ തന്നെയാണ്. जम्मू कश्मीर के लेफ्टिनेंट गवर्नर श्री मनोज जी सिन्हा, जम्मू कश्मीर के मुख्यमंत्री जनाब अमर अब्दुल्ला साहब, चीफ ऑफ आर्मी स्टाफ जनरल उपनजी द्विवेदी, जीओसी नॉर्दर्न कमांड लेफ्टिनेंट जनरल प्रतीक शर्मा, जीओसी 15 को लेफ्टिनेंट जनरल प्रशांत श्रीवास्तव और हमारी आर्म फोर्सेस के सारे अफसर्स और मेरे बहादुर जवानों, सबसे पहले आतंकवाद और आतंकवादियों से लड़ते हुए हमारे ये बहादुर जवानों ने अपनी शहादत दी, उनकी शहादत को मैं नमन करता हूं, उनकी मैं स्मृति को नमन करता हूं. പടക്കം പൊട്ടിക്കുന്ന ഒച്ച കേട്ട് മറിഞ്ഞു വീണ, ഉരുണ്ടു വീണ ഒരു ആറാട്ടുമുണ്ടൻ പ്രതിരോധ മന്ത്രി നമുക്കറിയാം. സോണിയാഗാന്ധിയുടെ കാലുതിരുമ്പുകാരൻ AK ആന്റണി, അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി. ഇയാൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. വെടിവെച്ചയല്ല, ഒരു പൊട്ടാസ് പൊട്ടിക്കുന്നത് കേട്ടാൽ മുട്ടിലിടിഞ്ഞ് നിക്കറിൽ മുള്ളി മറിഞ്ഞു വീണ് സൈനികർ ചുമന്നുകൊണ്ട് പോകും. ഇവിടെ പലതും കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് വരണ്ട് പെരക്കകത്ത് കയറി ഒളിച്ചിരിക്കും. എന്നിട്ട് വലിയ ചിരിയും ചിരിച്ചുകൊണ്ട് അഴിമതിയുടെ കറ പുരളാത്ത നേതാവ് എന്നുള്ള ഖ്യാതി നേടിയെടുക്കാൻ വേണ്ടി തേരാപ്പാര നടക്കും. പ്രധാനപ്പെട്ട ജോലി മദാമയുടെ കാലുതിരുമലാണ്, മക്കളുടെ. അതൊന്നുമല്ല പ്രതിരോധം, അതൊന്നുമല്ല പ്രതിരോധ മന്ത്രാലയം ചെയ്യേണ്ടത്. പ്രതിരോധ മന്ത്രി അങ്ങനെയല്ല. ഇതുപോലെയാണ്, രാജ്നാഥ് സിംഗിനെ പോലെയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഓരോ സൈനികരും തീർച്ചയായിട്ടും ഈ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളും ആ ഒരു പിന്തുണയും ഒക്കെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് രാജ്യത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകും. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് യുവാക്കൾ നമ്മുടെ സൈനിക വ്യൂഹത്തിലേക്ക് കടന്നു വരും. നമ്മുടെ രാജ്യരക്ഷയ്ക്കായി അവർ എല്ലാം ത്യജിച്ച് അവർ മുന്നോട്ട് വരും. അതാണ് ഒരു രാജ്യം ചെയ്യേണ്ടത്. അതാണ് ഒരു രാജ്യത്തിന് ആവശ്യമായത്. ഏറ്റവും ആവശ്യമായത് എന്ത്? അതാണ് നമ്മൾ ഭാരതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ ചെയ്യും. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം. ഞാൻ ഡോക്ടർ വിപിനചന്ദ്രൻ നായർ, ചാങ്ങേത്ത് ആയുർവേദ ഹോസ്പിറ്റൽ, തുമ്പോൺതാഴം. 8 കരകളുടെയും നാഥനായ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലെ മെയ് 11 മുതൽ 18 വരെ നടക്കുന്ന സ്കന്ദ സത്രം. ഇത് ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്കന്ദസത്രം ഇവിടെ നടത്തുന്നത് എന്ന് തോന്നുന്നു. ഇതൊരു മഹാക്ഷേത്രമാണ്. 1200-1500 വർഷത്തെ പഴക്കമുള്ള വളരെ ബൃഹത്തായ മഹത്തായ ഒരു ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്ക്, ഈ സത്രത്തിന് എല്ലാവരുടെയും സഹകരണം, ഈ 8 കരയിൽ ഉള്ളതല്ല, ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരുടേതും ഉണ്ടാകണം. ഇതിനു വേണ്ട എല്ലാ ആശംസകളും ഞാൻ നേരുന്നു.